ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസ് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. അതിൽ നമ്മൾ പേജ് നമ്പർ 40 അതിൽ സെക്കൻഡ് പ്രോബ്ലമാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. In the general identity on the square of a sum of two numbers, what special case do we get by taking one of the numbers as 2? Do the calculations below in head using this. എന്നിട്ട് നമ്മളോട് കുറച്ച് 3 പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. 22ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, 52ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമുക്ക് 25ൻ്റെ സ്ക്വയർ തന്നിട്ട് 27ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻ ദ ജനറൽ ഐഡൻറ്റിറ്റി ഓൺ ദ സ്ക്വയർ ഓഫ് സം ഓഫ് ടു നമ്പേഴ്സ്. നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന്, അല്ലേ? എന്താ? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ. ഇത് വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒരുപാട് ചെയ്തതുമാണ്. ഓക്കെ, നിങ്ങളത് ഓർക്കണില്ലേ? ഓക്കെ, ഈ ഐഡൻറ്റിറ്റിയിൽ അവർ പറയാണ് ടേക്കിംഗ് വൺ ഓഫ് ദ നമ്പർ ആസ് 2 എന്ന്. ഏതെങ്കിലും ഒരു നമ്പറിനെ 2 എടുത്തിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഐഡൻറ്റിറ്റിയാണല്ലേ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, രണ്ട് നമ്പറുകളുടെ സമ്മിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ. അപ്പോൾ നമുക്കിതിൽ അവർ പറഞ്ഞത് പ്രകാരം നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിന് 2 കൊടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എക്സിനോ അല്ലെങ്കിൽ വൈക്കോ 2 കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈക്ക് 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എക്സ് സ്ക്വയറിൻ്റെ അവിടെ മാറ്റമില്ല അല്ലേ, കാരണം എക്സ് തന്നെയാണ് അവിടെ. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറും തന്നെ എഴുതി. പ്ലസ് വൈയുടെ പൊസിഷനിൽ ആരാണ്? 2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു എക്സിന് മാറ്റമില്ല, എക്സ് തന്നെയാണ്, ഇൻറ്റു വൈയുടെ അവിടെ നമുക്ക് 2 കൊടുക്കാം. ഇനി ഇതെന്താണ്? ഇതൊന്ന് നമുക്ക് ചെറുതാക്കി എഴുതാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്താ? 4 പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 2 4, പിന്നെ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4x. ഇതാണ് നമുക്ക് കിട്ടുന്ന പുതിയ ഐഡൻറ്റിറ്റി. അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്, ഇത് 2 നമ്പറുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിന് പകരം നമ്മൾ 2 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റിയാണ് എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് 22ൻ്റെ സ്ക്വയറും 52ൻ്റെ സ്ക്വയറും അതുപോലെ 27ൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? 22ൻ്റെ സ്ക്വയർ ആണല്ലേ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് പ്രോബ്ലം 22ൻ്റെ സ്ക്വയർ. എങ്ങനെയാണ് നമ്മൾ 22ൻ്റെ സ്ക്വയർ കാണുന്നത്? 22ൻ്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം അല്ലേ, നമ്മളതിന് എങ്ങനെ എഴുതാറ്? 20 + 2 അല്ലേ. നമ്മളിത് വെച്ച് ഒരുപാട് പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കാണാത്തവർ അത് പോയി കണ്ട് എങ്ങനെ ചെയ്യണമെന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. എങ്കിലേ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 20 + 2 എന്ന് എഴുതാം, 22നെ, എന്നിട്ട് സ്ക്വയർ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ് പ്ലസ് 2 ഫോമിലല്ലേ ഇത് കിടക്കുന്നത് അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 20, 2ന് പകരം 2 തന്നെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് നമ്മളിപ്പോൾ ഒരു നമ്പർ 2 എടുത്തിട്ടുണ്ടാക്കിയ ഐഡൻറ്റിറ്റി ആണല്ലോ ഇത്. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 20 + 2 കണ്ടോ, ഇവിടെ 2 + 2 വന്നിരിക്കണം കണ്ടോ. അപ്പോൾ ഇവിടെയും +2 ഉള്ള ടേമാണ് നമ്മൾ ഈ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് 20 + 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പുതിയ ഐഡൻറ്റിറ്റി എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x അല്ലേ. ഇതിൽ നമുക്ക് ഓരോന്നിനും ഈ വാല്യൂസ് കൊടുക്കാം. എക്സ് സ്ക്വയറിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? എക്സ് 20 അല്ലേ ഇവിടെ. നോക്കിയേ, ഇതും കണക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ.
ഈ രണ്ട് ഇക്വേഷൻ. അപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ 20 വരും. അപ്പോൾ 20യുടെ സ്ക്വയർ പ്ലസ് 4ന് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് 4 ഇൻറ്റു എക്സ് എന്ന് പറയുന്നിടത്ത് 20. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഈ ഇക്വേഷന് പകരം നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിറ്റി നമ്മുടെ ഇതാണല്ലേ. അപ്പോൾ ഈ ഇക്വേഷന് പകരമാണ് നമ്മളിപ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത്. അങ്ങനെ വരുന്ന ഫോമിൽ ഇങ്ങനെ വരുന്ന +2 വരുന്ന ഫോമുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ 20യുടെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ 4, പിന്നെ ഞാൻ പറഞ്ഞു ഒരു 0 ആണെങ്കിൽ ആൻസറിൽ 2 0 അല്ലേ, പ്ലസ് ഈ 4 അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് 4 ഇൻറ്റു 20 എത്രയാണ്? 80. ഇനി ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 484 അല്ലേ. 400 + 80 480 + 4 484. അപ്പോൾ 20 സ്ക്വയറിൻ്റെ ആൻസർ എന്താണ്? 484. അപ്പോൾ നമ്മളിതൊരു പുതിയ ഫോം ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഇക്വേഷനിലാണിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം എന്താ? 52ൻ്റെ സ്ക്വയർ. 52ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? അതിന് നമുക്ക് 50 പ്ലസ് 2 സംഖ്യകളുടെ സമ്മാക്കി എഴുതിക്കൂടെ? 50 + 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു +2, അതായത് എക്സ് പ്ലസ് 2 ഫോമിലാണ് ഇതിപ്പോൾ കിടക്കുന്നത് അല്ലേ. അതെ, എക്സ് പ്ലസ് 2 സ്ക്വയർ ഫോമുല. അപ്പോൾ ഇതാ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഏതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി? x² + 4 + 4x. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് പകരം നമ്മളിവിടെ എന്ത് കൊടുക്കണം? എക്സിൻ്റെ പൊസിഷനിൽ ഇവിടെ 50 ആണല്ലേ. 50യുടെ സ്ക്വയർ പ്ലസ് 4 പ്ലസ് അതിനൊരു മാറ്റമില്ല. ഇനി ഇവിടുത്തെ 4 അങ്ങനെ തന്നെ ഇടാം, ഇൻറ്റു ഈ എക്സിന് പകരം എന്ത് കൊടുക്കണം? 50. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 50യുടെ സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ 25 അല്ലേ, പിന്നെ 2 0 കൊടുക്കണം അല്ലേ. 50യുടെ സ്ക്വയർ 2500 പ്ലസ് 4 ഇൻറ്റു 50 എത്രയാണ്? 4 ഇൻറ്റു 5 20 ആണല്ലേ, പിന്നെ ഈ 0 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 200. ഇനി നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്തേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2704 എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 2500 + 200 + 4 അല്ലേ. അപ്പോൾ 4072, അതായത് 2704 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 52ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഐഡൻറ്റിറ്റിയാണിത്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ 2 ആയിട്ട് എടുത്തിട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്, പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിതിൽ വൈക്ക് പകരം 2 കൊടുത്ത് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഫോം എഴുതി അവിടെ ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഫോം, ഒരു ഐഡൻറ്റിറ്റി കിട്ടിയിട്ടുണ്ട് ഇവിടെ, x² + 4 + 4x. അപ്പോൾ ഈ എക്സ് പ്ലസ് 2 ഫോമിൽ കിടക്കുന്ന ഇതുപോലെ വരുന്ന ഇത് കണ്ടോ, ഇതിപ്പോൾ എക്സ് പ്ലസ് 2 ഫോമാണ്, ഇതും കണ്ടോ എക്സ് പ്ലസ് 2 ഫോമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിലൊക്കെ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെ ആൻസർ. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് പ്രോബ്ലത്തിൽ 25ൻ്റെ സ്ക്വയർ അവർ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് 27 സ്ക്വയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഈ 27 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാം? 25 + 2 എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതാണ് ഈ 27 സ്ക്വയർ എന്ന് പറയുന്നത്. എന്താണ്? 25 + 2 അല്ലേ. 25ൻ്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് 27 കിട്ടും. അതിൻ്റെ സ്ക്വയർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ എക്സ് പ്ലസ് 2 ഫോമിൽ എഴുതുന്നതിനൊരു ഐഡൻറ്റിറ്റി കഴിഞ്ഞ ക്ലാസ്സിലല്ല, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ x² + 4 + 4x എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെങ്ങനെയാണ് കിടക്കുന്നത്? എക്സ് പ്ലസ് 2 ഫോമിലല്ലേ. എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? 25 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 25 + 2 ഹോൾ സ്ക്വയർ ഫോമാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എക്സിന് പകരം എന്താ കിടക്കുന്നത്? 25. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം 25² + 4 + 4 ഇൻറ്റു എക്സിന് പകരം വീണ്ടും 25 എന്ന് കൊടുക്കാം. ഇനി 25 സ്ക്വയർ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, അവരിവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 625 ഓക്കെ പ്ലസ് 4 അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് 4 ഇൻറ്റു 25 എല്ലാവർക്കും അറിയാം അല്ലേ. 25നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്രയാണ്? 100 ആണ്. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ 625 കൂടെ 100 ആഡ് ചെയ്യുമ്പോൾ 725 ആയി. ഈ 725 കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 729 ആയി അല്ലേ? സംശയമുള്ളവർ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കുക. 625 പ്ലസ് 100 പ്ലസ് 4 9 2 7 അല്ലേ? 729 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ, 27ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ x+2 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ഒരു ഫോമിലാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ, നമ്മുടെ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഫോമിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതെന്താണ്? x² + 4 + 4x. ഓക്കെ, അത് യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്തത്. അടുത്തത് നമ്മുടെ തേർഡ് പ്രോബ്ലം, പേജ് നമ്പർ 40 വരുന്ന തേർഡ് പ്രോബ്ലം. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 43യുടെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 44ൻ്റെ സ്ക്വയറും 46ൻ്റെ സ്ക്വയറാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 43യുടെ സ്ക്വയർ തന്ന സ്ഥിതിക്ക് നമുക്ക് ഈ 44ൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്കതിന് എങ്ങനെ എഴുതാം? 44ൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 43 + 1² എന്ന്. കാരണം ഇവിടെ 43യുടെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ ഈ ഒരു ഫോമിലേക്ക് എഴുതിയാൽ ഈസി ആയിരിക്കും. ഇവിടെ എന്തായാലും നമുക്കറിയാം x+y, നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? x+y² = x² + y² + 2xy എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി. അതിൽ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? 43 എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 43യുടെ സ്ക്വയർ അല്ലേ? പ്ലസ് വൈയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നിടത്ത് 43 എന്ന് കൊടുക്കുക, ഇൻറ്റു വൈ എന്ന് പറയുന്നിടത്ത് 1 എന്ന് കൊടുക്കുക. ഇവിടെ എക്സ് 43 വൈ 1 ആണ്. ഓക്കെ, ഇപ്പോൾ 43യുടെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടണ്ട, ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളത് അങ്ങോട്ട് എഴുതിയാൽ മതി. എന്താണ്? 1849 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണല്ലേ? പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു 1. അപ്പോൾ 2 ഇൻറ്റു 43 ചെയ്താൽ മതി. 2 ഇൻറ്റു 43 എത്രയാണ്? 43 ഇൻറ്റു 2 86 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 86 ഇൻറ്റു 1 86 തന്നെയാണല്ലേ? അപ്പോൾ ഇവിടെ 86 എന്ന് എഴുതാം. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? ഏതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 1849 പ്ലസ് 86 പ്ലസ് 1. അപ്പോൾ 9 ഒന്നും കൂട്ടിയാൽ 10, 10ഉം 6ഉം 16, ബാക്കി 1 ഇവിടെ, 8 5ഉം 13, ബാക്കി 1 ഇവിടെ, 9 1. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1936. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരേ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഒറ്റ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി 46ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? നമുക്കിവിടെ തന്നിരിക്കുന്നത് 43യുടെ സ്ക്വയറാണ്. അതുകൊണ്ട് ഈ 46നെ 43 + 3 എന്ന് എഴുതിക്കൂടെ? 43യുടെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 46 കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എന്തിനാണ് നമ്മളിങ്ങനെ എഴുതുന്നത്? ഈ 43യുടെ സ്ക്വയർ ഇവിടെ തന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 43യുടെ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം വരും ഇതുപോലെ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിവിടെയും വരും. അപ്പോൾ അത് ഈസി ആയിട്ട് ഈ ഒരു നമ്പർ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവർ ആ നമ്പർ തന്നിരിക്കുന്നതും നമ്മളിതുപോലെ എടുക്കുന്നതും. ഓക്കെ, അപ്പോൾ 43 + 3² ഇങ്ങനെ എഴുതി. ഇനി നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? x + y² = x² + y² + 2xy. ഇത് ഇക്വേഷൻ പഠിക്കാൻ ഈസിയാണ്. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. നമ്മൾ ഒരുപാട് പ്രോബ്ലം ഈ ഐഡൻറ്റിറ്റി വെച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തു. അതുകൊണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അല്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഈ ഐഡൻറ്റിറ്റി ഓർമ്മ വരും. ഇനി ഇതിവിടെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി എക്സിൻ്റെ അവിടെ ഈ 43 കൊടുക്കുക. 43 ആണല്ലോ എക്സ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ 3 അല്ലേ? അപ്പോൾ 3യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 43, വൈയുടെ സ്ഥാനത്ത് 3. ക്ലിയർ ആയല്ലോ? ഇനി 43യുടെ സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. അതിവിടെ എടുത്ത് എഴുതുക വേണ്ടു. 1849 പ്ലസ് 3യുടെ സ്ക്വയർ അറിയാലോ 9.
3യുടെ സ്ക്വയർ 6 അല്ല കേട്ടോ. പല കുട്ടികളും പെട്ടെന്ന് കൊണ്ടുപോയി 6 എഴുതി വെച്ചിട്ട് തെറ്റിക്കാറുണ്ട്. 3യുടെ സ്ക്വയർ 9 പ്ലസ് ഇനി 2 ഇൻറ്റു 43 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലേ. അതിനെ നമുക്ക് 43 ഇൻറ്റു 6 ചെയ്യാം. 3 18 1 24 1 25 അല്ലേ. 258 എന്ന് കിട്ടും. അപ്പോൾ 258. ഇനി ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1849 258 9 അല്ലേ. അപ്പോൾ 9ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 17ഉം പിന്നെ 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 26 അല്ലേ. ബാക്കി 2 6ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 11, ബാക്കി 1 9 10 11, ബാക്കി 1 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടി? 2116 എന്ന് കിട്ടി അല്ലേ. 2116. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ആൻസർ? 46ൻ്റെ സ്ക്വയറിൻ്റെ ആൻസർ.